ക്രിസ്മസ് എക്സാമിന് ഇനി നമ്മുടെ മുന്നിൽ വെറും 20 ദിവസം കൂടിയേ ഉള്ളൂ. അപ്പോൾ ഇനിയുള്ള 20 ദിവസങ്ങൾ കൃത്യമായിട്ട് എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് മിസ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ക്രിസ്മസ് എക്സാം ഒക്കെ ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് പറ്റിയ കുറേ സൊല്യൂഷൻസ് ആണ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ മക്കളെ, ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു പാഠഭാഗം ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഓരോ സബ്ജക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലും പെർട്ടിക്കുലർ സബ്ജക്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ടഫായിട്ടുണ്ടാവുക, ഇല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റിലെ ഏതെങ്കിലും പാഠങ്ങളായിരിക്കും, ഏതെങ്കിലും ചാപ്റ്റേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ടഫായിട്ടുണ്ടാവുക. അങ്ങനെ ഏറ്റവും കൂടുതൽ ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സ് വേണം ആദ്യം പഠിച്ചു തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് മുതലൊക്കെ നിങ്ങൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ചാപ്റ്റേഴ്സ് പഠിച്ചു തീർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ബുദ്ധിമുട്ടുള്ളത് മാറ്റി വെക്കുന്തോറും എക്സാം ആവാൻ അടുക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ വരും. അപ്പോൾ ആ ടെൻഷൻ ഇങ്ങനെ കൂടി വരുന്ന സമയത്ത് നിങ്ങൾ ഈ ടഫായിട്ടുള്ള ഭാഗങ്ങൾ പഠിക്കാൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി ടെൻഷൻ കൂടുകയുള്ളൂ. നിങ്ങൾക്ക് ഭയങ്കര സ്ട്രെസ്ഡ് ആവും, ആകെ എക്സാമൊക്കെ ആലോചിച്ചു ആകെ മൊത്തത്തിൽ കൊളാവും. അപ്പോൾ അതിന് നിൽക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു സമയത്ത് ഏറ്റവും ടഫായിട്ടുള്ള ഭാഗങ്ങൾ പഠിച്ച് കവർ ചെയ്ത് വെച്ചിട്ട് അവസാന സമയത്തേക്ക് ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതൊക്കെയാണ് നിങ്ങൾ റിവൈസ് ചെയ്യുന്നത്. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വലിയ ടെൻഷൻ ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാമിനോട് അടുപ്പിച്ച് ഈ ബുദ്ധിമുട്ടുള്ളതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇത് എവിടെയും പഠിച്ചെത്തിയില്ലല്ലോ, പഠിച്ച് തീർന്നില്ലല്ലോ, അങ്ങനെ കുറേ ടെൻഷൻസ് നിങ്ങൾക്ക് വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യുക, ഈ ദിവസങ്ങളിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ടോപ്പിക്ക് കവർ ചെയ്യുക. ഓക്കെ, എത്രയും വേഗം നിങ്ങൾ പഠിച്ചു തീർന്നില്ലെങ്കിൽ മാക്സിമം നിങ്ങൾ സ്പീഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടു തീർന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക മക്കളെ, റിവൈസ് ചെയ്യുക. നിങ്ങൾ എക്സാമിൻ്റെ തലേന്ന് വരെ പഠിക്കുക എന്നുള്ള കാര്യം നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾക്കിപ്പോൾ മിനിമം ഒരു 10 ദിവസമാണ് നമ്മൾ പറയുന്നത്, ഇല്ലെങ്കിൽ ഒരു 5 ദിവസമെങ്കിലും നിങ്ങൾ റിവിഷന് വേണ്ടി മാറ്റി വെച്ചേ പറ്റുള്ളൂ. അപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ടെൻഷൻ കൂടുകയുള്ളൂ. നിങ്ങൾ റിവിഷൻ എന്ന് പറയുന്നത് മസ്റ്റാണെന്നുള്ള കാര്യം ആലോചിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിന് കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ യൂട്യൂബിലായാലും ബാച്ചിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വൺ ഷോട്ടും ക്വസ്റ്റ്യൻസ് ലൈവുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ ഈ ഒരാഴ്ചത്തെ പ്ലാനാണ് പറഞ്ഞു തരാൻ പോകുന്നത്. യെസ്, അപ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ സ്റ്റഡി പ്ലാൻ നോക്കുമ്പോൾ നമ്മുടെ ബാച്ചിലും യൂട്യൂബിലുള്ള ക്ലാസ്സുകളാണ് മിസ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ മൺഡേ നമുക്ക് അതായത് ഇന്ന് നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ ആക്ടിവിറ്റീസിൻ്റെ റിവിഷനാണ് നമ്മുടെ യുവ ബാച്ചിൽ നടക്കുന്നത്. ഇനി നമ്മൾ ട്യൂസ്ഡേയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് നമ്പർ റിലേഷൻസിൻ്റെ പാർട്ട് 1 മാത്സിലെ നമ്പർ റിലേഷൻസ്. അപ്പോൾ നമ്മുടെ ബാച്ചിൽ ക്രിസ്മസ് എക്സാമിൻ്റെ സിലബസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ക്രിസ്മസ് എക്സാം കഴിഞ്ഞ ഉടനെ നമുക്കിത് ആ പബ്ലിക് എക്സാം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ നമ്മൾ ആ പോർഷൻസ് അവിടെ പെൻഡിങ് വെച്ച് കഴിഞ്ഞാൽ നമുക്കാണ് ബുദ്ധിമുട്ടായി വരിക. കാരണം പബ്ലിക് എക്സാമിലേക്ക് വരുമ്പോൾ സ്റ്റാർട്ടിങ് തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ സ്ലോ ആയിട്ട് പോകാൻ പറ്റില്ല. എത്രയും വേഗം പോർഷൻസ് കവർ ചെയ്യുക, ഫസ്റ്റ് തൊട്ട് റിവിഷൻ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പോർഷൻസ് ഭയങ്കര റഷായിട്ടൊന്നുമല്ല തീർക്കുന്നത്, പക്ഷേ എന്നാലും നമ്മൾ പോർഷൻസ് കവർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ മാത്സിലെ അടുത്ത ചാപ്റ്റർ ആയിട്ടുള്ള നമ്പർ റിലേഷൻസിൻ്റെ പാർട്ട് 1 ലൈവാണ് നാളെ. അതേപോലെ നമ്പർ റിലേഷൻസിൻ്റെ പാർട്ട് 2 ലൈവാണ് വെനസ്ഡേ. ഇനി ക്വസ്റ്റ്യൻസിൻ്റെ ലൈവാണ് സോഷ്യൽ. ഈ ക്വസ്റ്റ്യൻസ് ലൈവൊക്കെ നിങ്ങൾക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, എക്സാമിന് എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുക, അതായത് ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻസ് എന്നുള്ള എല്ലാ ചാപ്റ്റേഴ്സിനും മിക്സ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ലൈവിലൂടെ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ബാച്ചിലുള്ള ഈ ക്ലാസ് ഒന്നും മിസ് ചെയ്യരുത് മക്കളെ. ഇനി അടുത്തത് ഫ്രൈഡേ നിങ്ങൾക്ക് ബേസിക് സയൻസിൻ്റെ മോഷൻ ആൻഡ് ഡെയിലി ലൈഫ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ പാർട്ട് 3 ലൈവാണ്. ഇനി സാറ്റർഡേ നിങ്ങൾക്ക് ഹിന്ദിൻ്റെ ക്വസ്റ്റ്യൻസ് ലൈവാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ പേഴ്സണൽ അഭിപ്രായം എന്ന് പറയുന്നത് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ലൈവ് ഒരു കാരണവശാലും നിങ്ങൾ മിസ് ചെയ്യരുത്. ഒരു ചാപ്റ്ററിന് ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ള നല്ല ക്ലാരിറ്റി കിട്ടും. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് യൂസ് ചെയ്യാം. ഇനി അതുപോലെ നമ്മുടെ യൂട്യൂബിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ഇംഗ്ലീഷിൻ്റെ ദ വൈ ഗേൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ വൺ ഷോട്ട് ലൈവ് ആയിരിക്കും ഇന്ന്. പിന്നെ അടുത്ത ദിവസം ട്യൂസ്ഡേ നിങ്ങൾക്ക് ടുവേർഡ്സ് സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ വൺ ഷോട്ട് ലൈവ് ആയിരിക്കും. ATR മിസ് ആയിരിക്കും. ഇനി നിങ്ങൾക്ക് ബുധനാഴ്ച ഇല്ല, തേഴ്സ്ഡേ നിങ്ങൾക്ക് ലൈൻസ് ആൻഡ് ആംഗിൾസ് മാത്സിലെ ചാപ്റ്ററിൻ്റെ വൺ ഷോട്ട് ആണ്. അത് പഠിപ്പിക്കാൻ വേണ്ടി ഒരു പുതിയൊരാളാണ് വരുന്നത്. സോ ആ ലൈവ് ആരും മിസ് ചെയ്യരുത്. ആൻഡ് സാറ്റർഡേ നിങ്ങൾക്ക് ആൻ ഇൻട്രൊഡക്ഷൻ ടു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ വൺ ഷോട്ട് ലൈവ് ഉണ്ടാവും. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, നിങ്ങൾക്ക് സൺഡേ ഒരു ഇവൻറ്റ് ഉണ്ടാവും. അപ്പോൾ ആ സൺഡേ ഇവൻറ്റ് നിങ്ങൾ ആരും മിസ് ചെയ്യരുത്. അന്നത്തെ ദിവസം നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇനിയുള്ള പ്ലാനുകളൊക്കെ, അതായത് നമ്മുടെ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ എങ്ങനെയായിരിക്കും, നിങ്ങൾ ഏതൊക്കെ രീതിയിലാണ് പഠിക്കേണ്ടത്, കംപ്ലീറ്റ് ആയിട്ടുള്ള ആ സ്ട്രാറ്റജി എല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഒരു ഇവൻറ്റ് ഉണ്ടാവും സൺഡേ. അപ്പോൾ അത് മിസ് ചെയ്യരുത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബാച്ചിലെയും യൂട്യൂബിലെയും ക്ലാസ്സുകൾ. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, യൂട്യൂബിലേക്കാളും കൂടുതൽ ക്ലാസ്സുകൾ ബാച്ചിലാണ്, കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടാണ് മുന്നിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതും. ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻ ലൈവ് ഒക്കെയാണ് നമുക്ക് നടക്കുന്നത്. സോ ഈ ഒരു ചാൻസ് മിസ് ചെയ്യരുത്. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ ബാച്ചിൽ ഒരു ഓഫർ ഉണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് 1499 റുപ്പീസിന് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. അതുകൂടാതെ നമുക്ക് ക്രാഷ് കോഴ്സ് ഒക്കെ December 26 ലോഞ്ച് ചെയ്യുന്നുണ്ട്. സോ ഈ ക്രിസ്മസ് എക്സാം കഴിഞ്ഞ പാടെ അതിൻ്റെ കാര്യം കൂടി നിങ്ങൾ നോക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങളുടെ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യണമെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും, കുറേ പേർക്ക് നോട്ട്സ് ഒന്നും ഉണ്ടാവില്ല, എക്സാമിനോട് അടുപ്പിച്ചാണ് പലരും നോട്ടൊക്കെ ഉണ്ടോ നോക്കുന്നത് തന്നെ. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ബാച്ചിൽ അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ ഈ ഒരു ചാൻസ് മിസ് ചെയ്യരുത്. സോ ജോയിൻ ചെയ്യണമെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. സോ എല്ലാവരും നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. ഓൾ ദി ബെസ്റ്റ്.